കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നേക്ക് നോയമ്പിൻ്റെ 49ാമത്തെ ദിവസമാണല്ലോ. വീണ്ടും ഒരു വലിയ നോയമ്പിൻ്റെ നാളുകളിൽ കൂടി നാം ആയിരിക്കുന്നുവല്ലോ. നമുക്ക് ദൈവം ദാനം ചെയ്ത ഈ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ നോയമ്പിൻ്റെ നാളുകളിൽ നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തി ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ സാധിക്കുമാറാകട്ടെ. ഇന്നത്തെ അല്പനേരത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, അവിടെ പേര് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു വിധവയുടെ അർപ്പണം യേശു കർത്താവ് വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നതായിട്ടുള്ള ഒരു വാക്യം നമുക്ക് കാണാം. പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തുകൊണ്ട് ആലയത്തിന് നേർച്ചപ്പെട്ടികൾ നിറയ്ക്കുവാൻ ആഹ്വാനം ചെയ്തപ്പോൾ സ്വന്തം പേര് പോലും പറയാതെ വളരെ മൗനമായി കടന്നു വന്ന് അർപ്പിച്ചിട്ട് കടന്നുപോയ വിധവയെ കർത്താവ് ശക്തമായി നമ്മുടെ മുന്നിൽ എഴുച്ചു കാട്ടുന്നു. അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമുക്കിങ്ങനെ വായിച്ചെടുക്കുന്നതിൽ തെറ്റില്ല. അവൾക്ക് ദൈവത്തിൻ്റെ തേജസ് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വന്തം പേര് പോലും പറഞ്ഞിട്ടില്ലാത്ത ഈ വിധവയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിച്ചു നമ്മുടെ വഴിപാടുകളെ പ്രതി, നമ്മുടെ ദാനങ്ങളെ പ്രതി നമുക്കൊന്ന് പഠിച്ചിട്ട് ഈ ചിന്ത അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, വിധവയുടെ അർപ്പണം എന്തെന്നാൽ അത് ആരുമായും താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അതുല്യമായ അർപ്പണമായിരുന്നു എന്നുള്ളതാണ്. വിധവയുടെ അർപ്പണം എന്നാൽ അത് ആരുമായും താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള അതുല്യമായ അർപ്പണം തന്നെ ആണ്. തന്നെ ആരും കാണരുതെന്ന് നനച്ചാണ് അവൾ അവിടെ വരുന്നത്. തനിക്ക് ഒരു പരിഭവവും പറയാനില്ല. ആരുടെയും കൂടെയുമല്ല അവൾ വരുന്നത്. അവൾ തനിച്ച് വരുന്നു. തന്നെ ആരും കാണില്ലെന്ന് വിചാരിച്ച് തന്നെ അവൾ വരുന്നു. അവൾ വരുന്നത് ഒരിക്കലും ആദ്യമായിട്ടുമല്ല. ഏതാനും വർഷങ്ങളായി, ഏതാനും നാളുകളായി, ഏതാനും മാസങ്ങളായി അവൾ അങ്ങനെ ചെയ്തു വരുന്നു. അവൾക്കൊരു പരിഭവവും പറയാനില്ല. അവൾ എന്ന് അർപ്പിക്കുന്നത് 2 കാശാണ്. ആ 2 കാശ് എന്ന് പറയുന്നത് അവളുടെ അന്നത്തെ അധ്വാനം മുഴുവനാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വഴിപാട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ദശാംശത്തിനും എത്രയോ അപ്പുറത്താണ് വഴിപാട് നിൽക്കുന്നത്. ദശാംശത്തിനൊക്കെ ഒരു പ്രത്യേക ലിമിറ്റുണ്ട്. എന്നാൽ വഴിപാടിൻ്റെ സ്മൃതിയോടെ ഏതും വഴിപാടാണ്. എത്ര അർപ്പിക്കുന്നു എന്ന് വഴിപാടിൻ്റെ ഭാഗത്ത് വരുമെന്ന് സംശയമില്ല. അപ്പോൾ ധനവാന്മാരെയും ദരിദ്രന്മാരെയും ഒക്കെ ഒരേ കണ്ടുകൊണ്ട് അളക്കുന്ന കർത്താവ് ഈ പാവപ്പെട്ട വിധവയെ, ഈ പേര് പോലും പറയാത്ത അവളുടെ ആ അർപ്പണത്തെ ഒരു ഏറ്റവും അനുഭവപരമായി കാണുന്നു എന്നാണ് നാം കാണുന്നത്. നമ്മുടെ സ്മൃതിയിൽ നിന്ന് കൊടുക്കുന്നതല്ല ദാനം, ഇല്ലായ്മയുടെ മധ്യത്തിൽ നിന്ന് നമ്മുടെ പങ്കുവെക്കലാണ് ദാനം. ദാനം എന്ന് പറയുന്നത് നമ്മുടെ സ്മൃതിയിൽ നിന്ന് കൊടുക്കുന്നതല്ല, നമ്മുടെ ഇല്ലായ്മയിൽ നിന്നുള്ള പങ്കുവെക്കലാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ന് നമ്മുടെ പ്രശ്നം എന്തെന്ന് പറയുന്നത്, ഞാൻ എന്ത് കൊടുത്തു എന്നല്ല, എനിക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുന്നു എന്നതല്ല, അപരൻ എന്ത് നൽകി എന്നുള്ളതാണ്. ഞാൻ എന്ത് കൊടുത്തു, എനിക്ക് എന്ത് നൽകാൻ പറ്റി, ഞാൻ എന്ത് നൽകി എന്നല്ല, അപരൻ എന്ത് കൊടുത്തു എന്നുള്ളതാണ് നമ്മെ അധികം വിഷമിപ്പിക്കുന്നത്. ഈ വിധവയുടെ അർപ്പണം നമുക്ക് മറ്റൊന്നുമായി താരതമ്യം ചെയ്യാൻ പറ്റാത്ത അർപ്പണമായിരുന്നു. രണ്ടാമതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ആ വിധവയുടെ അർപ്പണം സ്വന്തം ഇഷ്ടപ്രകാരം നൽകിയ അർപ്പണമായിരുന്നു എന്നുള്ളതാണ്. ആ വിധവയുടെ അർപ്പണം ആരുടെയും നിർബന്ധത്താലല്ല, അവൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊടുത്തത് എന്നാണ് ഇവിടെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആ സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ അത്താഴത്തിന് പോലും ഒക്കെ ഒരു വകയുമില്ല. അവളുടെ അന്നത്തെ മുഴുവൻ ഉപജീവന മാർഗമാണ് അവൾ കൊടുത്തത്. അവൾ ദേവാലയത്തിലാണ് അത് അർപ്പിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു തേജസ് ഉണ്ടല്ലോ. നമ്മൾ ദേവാലയമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ അർപ്പണങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ ക്രമീകരിക്കാം?
ദേവാലയത്തിൽ ഒക്കെ അർപ്പിക്കുന്നതും നിശ്ചയമായി അത് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് നഷ്ടമായി പോകുന്നില്ല എന്ന സത്യം ഈ വിധവ ലോകത്തിൽ വിളിച്ചു പറയുന്നു എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ തന്നെ അവസാനമായി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. വിശുദ്ധ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ഒരിക്കലും നിർബന്ധത്താൽ നിങ്ങളുടെ അർപ്പണങ്ങൾ കൊടുക്കരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. വിശുദ്ധ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുന്ന സമയത്ത് നമ്മുടെ അർപ്പണങ്ങൾ ആരുടെയും നിർബന്ധപ്രകാരം നമ്മൾ കൊടുക്കരുതെന്ന് അവിടെ തന്നെ വ്യക്തമായി പറയുന്നു. വിശുദ്ധ പൗലോസ് ആരുടെയും നിർബന്ധത്താൽ കൊടുക്കരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്നുകൂടി ഓർത്തെടുക്കാം. വേദപുസ്തകത്തിൽ സ്വന്തം പേര് പോലും എടുത്തു പറയാതെ ആ സ്ത്രീയെ കർത്താവ് മാനിക്കുകയും അവളെ ഉയർത്തി കാണിക്കുകയും അവളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഒന്നാമതായി അവളുടെ അർപ്പണം അത് താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള അതുല്യമായ അർപ്പണമായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി അവളുടെ അർപ്പണം സ്വന്തം ഇഷ്ടപ്രകാരം ഉള്ള അർപ്പണമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമോ? നമ്മുടെ ജീവിതങ്ങൾ തന്നെ ഏറ്റവും വലിയൊരു വഴിപാടാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ചിന്തകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.